പി.വി. അൻവർ വിഷയത്തിൽ UDF നിലപാട് തന്നെയാണ് ലീഗിൻ്റേതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം 24-നോട്. UDF-ൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് ലീഗിനില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കീ റോൾ ഉണ്ടെന്നും PM.A. സലാം. SKN മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM.A. സലാം നമ്മളോടൊപ്പം ചേരുകയാണ്. ലീഗിന് നിലമ്പൂരിൽ UDF-ന്റെ വിജയം ഉറപ്പിക്കാൻ വലിയ നിർണായകമായ പങ്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF-ന്റെ നിലമ്പൂരിലെ വിജയം ഉറപ്പിക്കുന്നതിൽ ലീഗിനൊരു കീ റോളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ആ ഞങ്ങൾ നിർവഹിക്കും. വലിയ ഭൂരിപക്ഷത്തിന് UDF-ന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിക്കും. ഞങ്ങൾ ഓൾ സെറ്റാണ്. ഇതിൽ മറ്റൊരു പ്രശ്നം, ഈ പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കുന്നത് എന്ന് ഇന്ന് കൃത്യമായി പറഞ്ഞു. മാത്രമല്ല അൻവർ പുകഞ്ഞകൊള്ളി പുറത്ത് എന്നുള്ളതും KPC പ്രസിഡന്റും UDF കൺവീനറും പറഞ്ഞു. പക്ഷേ ലീഗിനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? UDF-ന്റെ നയം എന്താണോ അതാണ് മുസ്ലിം ലീഗിന്റെ നയം. മുസ്ലിം ലീഗിന് UDF-ൽ നിന്ന് മറ്റു ഘടകകക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടുമില്ല. അത് അൻവർ പുറത്ത് തന്നെയാണ്, ഇനിയൊരു ചർച്ചയില്ല. ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. അതിൽ UDF ജയിക്കും. ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കുണ്ട്. അത് വോട്ടായി മാറും. നല്ല ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥി കിട്ടും. മറ്റൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഈ അൻവർ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് UDF-നാണോ LDF-നാണോ ക്ഷണം ചെയ്യാൻ പോകുന്നത്? UDF-ന്റെ വോട്ട് UDF-ന് കിട്ടും, ഒരു സംശയമില്ല. അതായത് LDF വോട്ടാണ് അൻവർ പിടിക്കാൻ പോകുന്നത്. അങ്ങനൊരു പ്രശ്നം തന്നെ ഞങ്ങളുടെ മുമ്പിൽ വഹിക്കുന്നില്ല. ഞങ്ങൾ LDF-ന്റെ ഭരണവൈകൃതങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അതിൽ വലിയ വിജയം ഞങ്ങൾക്ക് ഉണ്ടാവും. മറ്റൊന്ന്, ലീഗിൽ ഒരു MLA അൻവർ വിഷയം ഇനിയും ചർച്ച ചെയ്യണം, പരിഹരിക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു നിലപാട് ലീഗിനുണ്ടോ? അത് നിങ്ങളുണ്ടാക്കിയ വാർത്തയാണ്. ലീഗിലെ MLA അങ്ങനെ പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ തങ്ങൾ കുടുംബം പങ്കെടുത്തില്ല എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് ലീഗ് ജനറൽ സെക്രട്ടറി കാണുന്നത്? നാളെ രാവിലത്തോടു കൂടി അത് തീരും. ഓക്കെ, താങ്ക് യു. SKN വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞത് വിവാദങ്ങൾക്കൊന്നും കാര്യമില്ല, ലീഗ് UDF-ന്റെ വിജയം ഉറപ്പിക്കുമെന്നുള്ളതാണ്. ക്യാമറമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. ദീപക് ധർമ്മടം ആണ് റിപ്പോർട്ട് ചെയ്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി നമ്മളെ സൗദി അറേബ്യയിലെ മക്കയിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സംഘവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി മക്ക സന്ദർശിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഇന്നലെ സൗദി അറേബ്യയിൽ നിന്നും ചില ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. ലീഗിലെ ചില അനുഭാവികളും വിശ്വാസികളും തന്നെയാണ്. അപ്പോൾ കുടുംബം മാറി നിന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർ UDF-നൊപ്പം വളരെ ശക്തമായി തന്നെ നിൽക്കുന്നു എന്നാണ്. ആര്യാട് ഷൗക്കത്തിന് വേണ്ടി തന്നെ നിലകൊള്ളുമെന്നും മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടി പോലെ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ഒരു യോഗത്തിൽ എങ്ങനെയാണത് പറയാൻ കഴിയുക എന്നും കൂടി ഈ പ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു.